ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ചിന്നുമോളോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങി പോവുകയാണ് സങ്കടത്തോട് കൂടിയിട്ട്. അതിനുശേഷം രേവതിക്കുട്ടി വന്നിട്ട് ചിന്നുമോളെ ഒരുപാട് ഉമ്മം വയ്ക്കുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടി ഇങ്ങനെ പുറകിലേക്ക് നോക്കി നോക്കി അങ്ങ് പോകും കേട്ടോ. പിന്നെ മാമച്ചനും ഗ്രേസമ്മയും കൂടെ പോകും. രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ വന്നിട്ട് പറയും, നീ വിഷമിക്കണ്ട, നീ ഇങ്ങനെ തൊട്ടാവാടിയായി പോയല്ലോ, ഇനിയും വരാലോ നമുക്കെന്ന് പറയും. ഇനി അലീന ചേച്ചി വരുമ്പോഴല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതെന്താ, അലീന ചേച്ചിക്ക് മാത്രമേ ഇവിടേക്കുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ? നമുക്ക് വരാടി. ഇനിയോ? നമുക്ക് വരാം, നീ വിഷമിക്കാതിരിക്കി എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇനി വരാമെന്ന് പറയുമ്പോൾ അങ്ങനെ രേവതിക്കുട്ടീനെ കൊണ്ടുപോയി കാറി കയറ്റും. ഈ സമയത്ത് അലീന അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ഗ്രേസമ്മ പോയിട്ട് അലീനനെയും കൂടെ വിളിക്കാൻ കേട്ടോ. അലീനെ, നീ വന്നേ, വിഷമിച്ച് നിൽക്കല്ലേ എന്ന് പറയുകയാണേ. അങ്ങനെ മാമച്ചൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, വേഗം പോക്കോ, ദേ അവിടെ ഒരാൾ ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെ ഗ്രേസമ്മ പറയും, എന്നാൽ ശരി, വേഗം പോകാമെന്ന് പറയുകയാണേ. പലീനെയാണ് സങ്കടത്തോട് കൂടിയിട്ട് ഇരിക്കാൻ കേട്ടോ. അതൊക്കെ പറയുമ്പോൾ വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സന്തോഷത്തോടുകൂടി വന്നത്, പക്ഷേ മനസ്സ് വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സാരില്ലാന്നേ, ആരും വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും വരാമെന്ന് ഗ്രേസമ്മ പറയും. പിന്നീട് കാണിക്കുന്നത് ഹരിനെയും രോഹിത്തിനെയാണ് കേട്ടോ. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഓരോരോ ഞാൻ പല പല കുളത്ത് അവൾ കിട്ടതാണ്, പക്ഷെ അതിലൊന്നും അവൾ കുരുങ്ങിയില്ല എന്ന് പറയണേ. അവളിപ്പോൾ ഇവിടെ ഇല്ല, എറണാകുളത്താണ്. എറണാകുളത്തിന് പോയിട്ട് ഒരു പണി കൊടുത്താലോ? അതൊന്നും വേണ്ട, എറണാകുളത്തിന് പോയിട്ട് പണിയൊന്നും കൊടുക്കണ്ട. അവൾ ഇങ്ങോട്ട് വരരുത്, ആ രീതിയിലൊരു പണി കൊടുക്കണം എന്ന് രോഹിത് പറയാണ്. അതൊന്നും വേണ്ട, അവൾ ഇങ്ങോട്ട് വരണം. അവൾ ഇവിടെ വന്നതിന് ശേഷം വേണം നമുക്ക് പണി കൊടുക്കാനായിട്ട്. അതും കൊടുക്കുമ്പോൾ 7ൻ്റെ പണി തന്നെ അവൾക്ക് കൊടുക്കണം. പിന്നെ അവൾ തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അല്ല, ഇനിയിപ്പോൾ അവൾ പോലീസിലെങ്ങാനും പരാതി കൊടുക്കുമോ? അതിനല്ലേ നമ്മൾ അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വയ്ക്കുന്നത്. അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞാൽ അവൾക്കല്ല പ്രശ്നം. അതുകൊണ്ട് ഇനി അവൾ വന്ന ഉടനെ തന്നെ നീ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം കേട്ടോ എന്ന് ഹരി രോഹിത്തിനോട് പറഞ്ഞു വയ്ക്കുകയാണേ. അതിനുശേഷം പിന്നീട് മാമച്ചനിങ്ങനെ വന്നിട്ട് വേഗം ഇങ്ങനെ സോഫയിൽ ചാരിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടുണ്ട്. അപ്പോഴേക്കും ഗ്രേസമ്മനെ പിടിച്ച് സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തി രേവതി. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, സാരില്ല, കാലൊക്കെ ഞാൻ കുഴമ്പിട്ട് ഒഴിഞ്ഞു തരാം എന്ന് പറയണേ. ആ പലീനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, എന്താ നീ വിഷമിച്ച് നിൽക്കുന്നത് എന്തിനാ എന്ന് പറയട്ടോ. അല്ല, ഞാനിനിയിപ്പോൾ പാലയിലേക്ക് പോയിട്ട് ഒരുപാട് സമയമാവുമല്ലോ അവിടെ എത്തുമ്പോൾ. ഇന്ന് ആര് പാലയിലേക്ക് പോകുന്നു? അയ്യോ, പോകാതെ ശരിയാവൂല എന്ന് പറയാൻ കേട്ടോ അലീന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ മാമച്ചന് കൊണ്ടുവന്നാക്കി തരും, ഞങ്ങൾ കൊണ്ടുവന്നാക്കി തരാം നിന്നെ. അയ്യോ വേണ്ട, ഒരു 500 കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ മാമച്ചൻ പറഞ്ഞു, 500 ഒന്നുമില്ല, ഒരു 300 ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിൽ വരുന്നുണ്ടെന്ന് അലീന പറയുകയാണേ. അതിനുശേഷം ഗ്രേസമ്മ പറയുന്നത്, അപ്പം പിന്നെ ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ അവരെന്തായിരിക്കും പറയാമെന്ന് ആലോചിച്ചിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവാണേ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത്, അതെ ഇന്ന് പോകണ്ട, എന്തായാലും നാളെ പോയാൽ മതി, ഉത്തരവാദിത്തമുള്ള ആൾക്കാർ പറയണത് കേട്ടാൽ മതി എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഗ്രേസമ്മ പറയാം, എന്നാൽ മാമച്ച നമ്മൾ പറഞ്ഞിടത്തേക്ക് പോയിട്ട് വരാം, ഇനി അങ്ങോട്ട് എന്ന് രേവതി ചോദിക്കാണ്ടേ. അത് നീ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങളും കൂടെ വരാൻ, ഞങ്ങൾ കാറിലിരുന്നോളാം. വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയും. പിന്നെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരാം. ആണോ, എനിക്ക് എന്താ വാങ്ങിക്കാമെന്ന് ചോദിക്കാനായിട്ട് രേവതിക്കുട്ടി. അപ്പോൾ പറഞ്ഞ്, എനിക്ക് 2 ഉണക്ക ദോശ മേടിക്കാം. അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചിക്ക് 2 ബിരിയാണി വാങ്ങിച്ചോന്ന്. അലീനയ്ക്ക് 2 ബിരിയാണി? അവളെന്ത് ആനയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, എനിക്ക് ദോശയ്ക്ക് കൂട്ടാലോ ബിരിയാണി. അയ്യടി, അവളൊരു ദോശ. അപ്പോഴേക്കും രേവതിക്കുട്ടി പിണങ്ങി പോകാണേ. അങ്ങനെ അലീന പറയാണ്, ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് മാമച്ചനങ്ങളൊന്ന് വിളിച്ച് പറയോ, ഞാൻ ഇന്ന് വരില്ല, നാളെ വരുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ച് പറയുമ്പോൾ അവർക്ക് അതൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ അലീന ബാലേന്ദ്രൻ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ, ഹലോ, ഞാൻ ഈ എറണാകുളത്ത് നിന്നാണ്, പാലയിൽ നിന്ന്. മാമച്ചൻ രേവതിക്കുട്ടി എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അലീന അങ്ങോട്ട് വന്നിട്ടില്ലേ, ആ വീട്ടിലെ ആളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ മനസ്സിലായി എന്ന് പറയും കേട്ടോ. അതെ, ഞങ്ങളിന്ന് ചിന്നുമോളെ കാണാനായിട്ട് കൊല്ലത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്തുനിന്ന് വന്നപ്പോൾ ഒരുപാട് വൈകി, ഈ സമയമായില്ലേ, ഈ സമയത്ത് ഇനി അലീന അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഒരുപാട് നേരം വൈകും, രാത്രിയാവും വീട്ടിലെത്താനായിട്ട്. അതുകൊണ്ട് അവളെ നാളെ പറഞ്ഞയച്ചാൽ മതിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെന്താ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, നാളെ വന്നാൽ മതി. ഇന്നിപ്പോൾ രാത്രി അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈകും. അലീന അടുത്തുണ്ടോ? ഉണ്ടല്ലോ, അടുത്തുണ്ട്.
ഇപ്പോൾ കൊടുക്കാട്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ അലീനയുടെ കൈ കൊടുക്കണം. ഹലോ സാർ, എനിക്ക് ഇന്ന് ഒരുപാട് വൈകിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വന്നേനെ. അതൊന്നും സാരില്ല അലീന, അലീന ഇന്ന് വരണ്ട, നാളെ രാവിലെ വന്നാൽ മതി. ആ ശരി, എനിക്ക് താങ്ക് യു സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോയ കാര്യങ്ങളൊക്കെ നടന്നു അലീന എന്ന് ചോദിക്കുകയാണേ. ഇപ്പോൾ സാർ അതൊക്കെ നടന്നു. എന്തായാലും ഇന്ന് വരണ്ട, ഇന്നിപ്പോൾ ഇത്രയും നേരമായില്ലേ, നാളെ രാവിലെ തന്നെ പോന്നാൽ മതിട്ടാ എന്നൊക്കെ സ്നേഹത്തോടു കൂടിയിട്ട് ബാലേന്ദ്രൻ പറയും കേട്ടോ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വൈജിയും കൃഷ്ണമോളും ബാബിയും ഒക്കെ കൂടി നിന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വന്നിട്ട് വൈജി എഴുന്നേൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയാം, അതേ ഒന്നിങ്ങോട്ട് എഴുന്നേറ്റ് വരുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് എന്താ എന്ന് ചോദിച്ചിട്ട് വരികയാണേ. അങ്ങനെ വന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണേ, അതേ അലീന എന്ന് വരില്ല, നാളെ വരും. ആഹാ, എന്നാര് പറഞ്ഞു? അത് അവൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ആര് തീരുമാനിക്കണം? അവൾ വിളിച്ചു പറഞ്ഞു. ആണോ? എന്ത് കാര്യം പറഞ്ഞിട്ട് അവൾ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അവളെ കൊല്ലത്തിന് പോയിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് പോയി വന്നപ്പോൾ നേരം വൈകി, സന്ധ്യയായില്ലേ, ഇനിയിപ്പോൾ രാത്രിയാവും അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ. അതൊക്കെ ഇനി നമ്മളെന്തിനറിയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ രാത്രിയാവുമ്പോൾ പിന്നെ അവൾക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, അവൾ ഓരോ സ്ഥലങ്ങളിൽ അടഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. ഇത് അപ്പോൾ മാമച്ചനല്ല ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ അവളല്ല വിളിച്ച് പറഞ്ഞത്, അവൾ നിൽക്കുന്ന വീട്ടിലെ ആളാണ് വിളിച്ച് പറഞ്ഞത് അവൾക്ക് ഇന്ന് വരാൻ പറ്റില്ല. ആഹാ, അവളല്ലല്ലേ വിളിച്ച് പറഞ്ഞത്, അതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ ബാലേന്ദ്ര എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടേ, കള്ളത്തരം ഉള്ള ആൾക്കാർക്ക് അത് കള്ളത്തരായിട്ട് തോന്നുള്ളൂ, പക്ഷെ കള്ളത്തരം ഇല്ലാത്ത ആൾക്കാർക്ക് അത് കള്ളത്തരായിട്ട് തോന്നൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി ഒന്ന് മിണ്ടാതെ നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അവളുടെ ഫോണിൽ നിന്ന് അവൾ ആരെ കൊണ്ട് വിളിപ്പിക്കണം, ആരെ വിളിക്കണം, എപ്പോൾ വിളിക്കണം എന്നുള്ളത് അവളുടെ ഇഷ്ടമാണ്. നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ആരെ വിളിക്കണം, എപ്പോൾ വിളിക്കണം, എങ്ങോട്ട് വിളിക്കണം എന്നൊക്കെ നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. അതുപോലെയാണ് അവൾക്ക് ഫോൺ മേടിച്ച് കൊടുക്കുന്നത്, നമ്മളൊന്നുമല്ല എന്ന് പറയട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നാളെ അവളിവിടെ എത്തുമ്പോൾ വെളുപ്പിന് 5 മണിക്ക് അവൾ ഡ്യൂട്ടി ആരംഭിക്കണം. ആ 5 മണിക്ക് ഇവളിവിടെ എത്തുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ 10 മണിക്കല്ലേ അവളോടൊന്ന് പോയത്, അത്രയും ജോലി മുഴുവൻ അവൾ ചെയ്തു വെച്ചില്ലേ എന്ന് ചോദിക്കുകയാണേ. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അവൾ അത് ചെയ്തത്, നീ പറഞ്ഞില്ല, പക്ഷേ ജോലി മുഴുവൻ ചെയ്തു വെച്ചിട്ടാണോ ഈ പോകുന്നതെന്ന് നീ ചോദിക്കുന്നത് ഞാൻ കേട്ടതാടി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ, അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ നിർത്തണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. അവളിങ്ങോട്ട് വരുത്തണ്ടെന്നുണ്ടെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞു അവളോട് വരണ്ടാന്ന് പറയട്ടോ. അപ്പോൾ ഇല്ല, അവൾ നാളെ വരട്ടെ, വന്നതിന് ശേഷം ഞാൻ അവളോട് പറയുള്ളൂ വരണ്ടാന്ന്, ഇവിടെ നിൽക്കണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയണേ, ഇതിനൊക്കെ ഉള്ള കൂലി ഒരിക്കലും നിനക്ക് കിട്ടും, അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ വൈജിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ അത് പറയുന്നത് കേൾക്കുമ്പോൾ. പിന്നീട് കാണിക്കുന്നത് അലീനയും കൊണ്ട് രേവതിക്കുട്ടി ലിജോൻ്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫോട്ടോ കാണുമ്പോൾ അലീന, ആഹാ എന്ത് സുന്ദരനാണല്ലേ എന്ന് ചോദിക്കണം. അതെ ചേച്ചി, നല്ല സുന്ദരനാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, പോയില്ലേ എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം ഷെറിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷെറിൻ്റെ ഫോട്ടോ നോക്കിയിട്ട്, ആഹാ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അതെ ചേച്ചി, ഇവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്നാണല്ലേ? അതെ കല്യാണം ഉറപ്പിച്ചിരുന്നാണ്, അപ്പോഴേക്കും പോയില്ലേ, കല്യാണത്തിന് മുമ്പ് തന്നെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. കുറേ ഫോട്ടോസുകളുണ്ട്, ആൽബങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട്. വായോ ചേച്ചി ഞാൻ കാണിച്ചു തരാം, ദേ അവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാൻ കേട്ടോ. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു റൂമിൽ വലുതാക്കിയിട്ട് അവർ രണ്ടുപേരുടെ ഫോട്ടോ കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്തു ഭംഗിയാണ് രണ്ടുപേര് ചേർന്ന് നിൽക്കുന്നത് കാണാനായിട്ട്. ഇവർ നല്ല മാച്ചാണല്ലേ, അവർ പ്രേമിച്ചൊന്നായതല്ലേ ചേച്ചി. അതെ, ഇവരുടെ ഒരുപാട് ഫോട്ടോസുള്ള ഒരു ആൽബം ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്, ഇവിടെ നിന്ന് കിട്ടിയതാ. പിന്നെ ഫോണും ഉണ്ട്, ഫോൺ പക്ഷേ ചത്തിരിക്കണം, എന്തോരം ചാർജ് ചെയ്തിട്ടും അതിൻ്റെ ചാർജ് കയറുന്നില്ല. അതൊക്കെ എന്തിനാ മോളെ, അല്ല അവരെത്രത്തോളം സ്നേഹിച്ചിരുന്നത് നമുക്കറിയാലോ ചേച്ചി. ചാറ്റും ഉണ്ടാവും, അതൊന്നും വേണ്ട, അവരുടെ ചാറ്റൊക്കെ നമ്മൾ എന്തിനാണ് കാണുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും സ്നേഹിച്ചിരുന്നാണെന്ന് ഈ ഫോട്ടോസൊക്കെ കണ്ടാലറിഞ്ഞൂടെ. ആൽബം എൻ്റെ റൂമിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാനത് എടുത്തിട്ട് നോക്കാറുണ്ട് എന്ന് പറയും കേട്ടോ. എന്തായാലും പോയി ഇവർ ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തായാലും ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞ് കാണും എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മയും മാമച്ചനും തിരികെ വരികയാണേ. അപ്പോൾ കുറച്ച് കവറൊക്കെ ബാക്കിലുണ്ട്, അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ജോസൂട്ടിനോട് പറഞ്ഞിട്ട് പോവുകയാണേ. പിള്ളേരെ 2 പേരെ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ ഗ്രേസമ്മേ, അവർ ഉറങ്ങിക്കാണോ? പിന്നെ നമ്മൾ ചെല്ലാണ്ട് അവർ ഉറങ്ങുമൊന്നുമില്ല എന്ന് പറയുകയാണേ. അതിനുശേഷം ഗ്രേസമ്മയും മാമച്ചനും അവിടെ സോഫയിൽ വന്നിരിക്കുന്നത്, ജോസൂട്ടി സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്.
പിന്നീട് പെട്ടെന്ന് തന്നെ ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് ചിന്നുമോളെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാമച്ചേൻ്റെ കാണിച്ചു കൊടുക്കും. മാമച്ച ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അപ്പം മാമച്ചൻ പറഞ്ഞു, ബന്ധുക്കാരെ വീട്ടിലുള്ള ഒരു കുട്ടീനെ പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ എന്ന് പറയും കേട്ടോ. എവിടെയോ പരിചയമുള്ളതുപോലെ ഒരു തോന്നൽ അല്ലേ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ, അതല്ലേ ഞാൻ പറഞ്ഞത് ബന്ധുക്കളെ വീട്ടിലുള്ള പോലെ തോന്നുന്നു. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.